നമസ്കാരം. പശ്ചിമേഷ്യയെ വീണ്ടും വൻ യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ വ്യോമതാവളം തങ്ങൾ പ്രത്യാക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞതായി ഇറാന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. തെക്കൻ ഹോർമൂസിലെ പ്രവിശ്യയിൽ സിരിക് ദ്വീപിലുള്ള ഇറാന്റെ പ്രധാന ടെലികമ്മ്യൂണിക്കേഷൻ ടവർ അമേരിക്കൻ സൈന്യം ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മണിക്കൂറുകൾക്കകം രാജ്യാന്തര സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ശക്തമായ തിരിച്ചടിയുണ്ടായത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും സിരിക് ദ്വീപിലെ ആശയവിനിമയ കേന്ദ്രത്തിനു നേരെയാണ് ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച അതേ വ്യോമതാവളത്തെ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ പ്രത്യാക്രമണമെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. IRGC-യുടെ എയ്റോസ്പേസ് ഫോഴ്സ് നടത്തിയ ദൌത്യം പൂർണ്ണ വിജയമായിരുന്നുവെന്നും മുൻകൂട്ടി നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും കൃത്യതയോടെ തകർക്കാൻ സാധിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നു. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന കർശന മുന്നറിയിപ്പും ഇതിനൊപ്പം ഇറാൻ നൽകിയിട്ടുണ്ട്. ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം വലിപ്പത്തിലും സ്വഭാവത്തിലും തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നും ഭാവിയിൽ ഉണ്ടാകുന്ന ഏത് സൈനിക സംഘർഷത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കായിരിക്കുമെന്നും IRGC ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് സിരിക് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളോട് പ്രതികരിക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമോ ഔദ്യോഗിക വക്താക്കളോ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും അന്തിമമായ ഒരു തീരുമാനത്തിൽ എത്തുന്നതുവരെ പുറത്തുവരുന്ന ഊഹാപോഹങ്ങളെയും മറ്റു പ്രസ്താവനകളെയും ഗൗരവമായി എടുക്കേണ്ടതില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എങ്കിലും ഈ പുതിയ സൈനിക ഏറ്റുമുട്ടൽ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ പ്രകോപനം സൃഷ്ടിച്ച അമേരിക്കൻ ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ ഇറാന്റെ അത്യാധുനിക റഡാർ ഡ്രോൺ നിയന്ത്രണ മേഖലയിൽ നേരെ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയത് ഇറാനിലെ ഗുരുഗ്ലിയും കഷും ദ്വീപിലൊക്കെ സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. എന്തായാലും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ നടപടി തങ്ങളുടെ അത്യാധുനിക MQ-1 പ്രിവേറ്റർ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതിനെ തുടർന്ന് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഈ തിരിച്ചടി എന്നാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്കൻ ഡ്രോണുകൾ തങ്ങളുടെ സമുദ്ര അതിർത്തി ലംഘിച്ചതിനാണ് അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ വെച്ച് തന്നെ അതിനെ തകർത്തത് എന്നാണ് IRGC വാദം. എന്തായാലും അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടിച്ചും ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച അതേ വ്യോമതാവളം തന്നെയാണ് അവർ തിരിച്ചു പ്രത്യാക്രമണത്തിന് എത്തിയത്. ഇതെല്ലാം അടിച്ചും തിരിച്ചടിച്ചും വീണ്ടും പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കൊടുമ്പിരി കൊള്ളുകയാണ്.